പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കിരീടത്തിനായി കടുത്ത പോരാട്ടം. ഹൈസ്കൂൾ വിഭാഗത്തിൽ പട്ടാമ്പി ഉപജില്ലയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പാലക്കാട് ഉപജില്ലയും മുന്നിൽ. സ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടത്തിലേക്ക്. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ ചെറുക്കാൻ ക്യാമ്പസുകളിൽ നിന്നും കൂട്ടായ്മകൾ ഉയർന്നു വരണമെന്ന് VT ബൽറാം MLA. സമൂഹത്തിലെ പുരുഷ മേധാവിത്വമാണ് സ്ത്രീകളെ ബലഹീനരാക്കുന്നതെന്നും VT ബൽറാം. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇഴയുന്നു. റെയിൽവേയുടെയും സംസ്ഥാന ധനവകുപ്പിന്റെയും അനുമതി കിട്ടിയില്ല. എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ട് മാസങ്ങൾ. കരിമ്പുഴ പുഴയിലെ താൽക്കാലിക തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പങ്കെടുക്കാത്തതിനെ വിമർശിച്ച് ബ്ലോക്ക് പ്രസിഡന്റ് രംഗത്ത്. തടയണയുടെ കാര്യത്തിൽ താൽപര്യമെടുക്കുന്നില്ലെന്ന വാദം ശരിയല്ലെന്ന് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഇക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം കലോത്സവ വാർത്തകൾ. മണ്ണാർക്കാട് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ യഥാക്രമം പട്ടാമ്പി ഉപജില്ലയും പാലക്കാട് ഉപജില്ലയും മുന്നേറുകയാണ്. UP വിഭാഗത്തിൽ ആതിഥേയരായ മണ്ണാർക്കാട് ഉപജില്ലയാണ് മുന്നിൽ. സ്കൂൾ തലത്തിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഏറെ മുന്നിലാണ്. 53ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ കൃത്യമായ മേൽക്കോയ്മയോടെ പാലക്കാട് ഉപജില്ല ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുന്നേറുകയാണ്. 305 പോയിന്റാണ് പാലക്കാട് ഉപജില്ലയ്ക്ക് ലഭിച്ചത്. 254 പോയിന്റുമായി ഒറ്റപ്പാലം ഉപജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ 254 പോയിന്റോടെ പട്ടാമ്പി ഉപജില്ല മുന്നിട്ട് നിൽക്കുമ്പോൾ 252 പോയിന്റുമായി ചെർപ്പളശ്ശേരിയും 244 പോയിന്റുമായി ഒറ്റപ്പാലവും 2-3 സ്ഥാനങ്ങളിലുണ്ട്. UP ജനറൽ വിഭാഗത്തിൽ 137 പോയിന്റോടെ ആതിഥേയരായ മണ്ണാർക്കാട് ഉപജില്ലയാണ് മുന്നിൽ. 129 പോയിന്റുമായി പട്ടാമ്പി ഉപജില്ലയും 126 പോയിന്റുമായി ചെർപ്പളശ്ശേരിയും 2-3 സ്ഥാനത്തുണ്ട്. സ്കൂൾ തലത്തിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി മേധാവിത്വം തുടരുകയാണ്. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 295 പോയിന്റ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയിട്ടുണ്ട്. അവർ എല്ലാ മത്സരങ്ങളിലും മേധാവിത്വം തുടരുകയാണ്. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. ടൂറിസം മന്ത്രി AP അനിൽകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വേദി 1-ൽ കലോത്സവത്തിന്റെ 4ാം ദിനത്തിൽ ഒരു ദിവസം മുഴുവനും നടന്നത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഭരതനാട്യ മത്സരമായിരുന്നു. രാത്രി വൈകിയും ഭരതനാട്യ മത്സരം തുടർന്നു. കലോത്സവത്തിന്റെ 4ാം ദിനം വേദി 1-ൽ നടന്ന ഭരതനാട്യ മത്സരം കാണാൻ വൻ തിരക്കായിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഭരതനാട്യം പൂർത്തിയായപ്പോൾ വൈകിട്ട് 4 മണിയായി. ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ ഒലവക്കോട് MES ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ധനഞ്ജയദാസിന് 1ാം സ്ഥാനം ലഭിച്ചു. പെൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ ഷൊർണൂർ സെന്റ് തെരേസസിലെ ശ്രീലക്ഷ്മിക്കാണ് 1ാം സ്ഥാനം. ഭരതനാട്യത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളും മികച്ച പ്രകടനമാണ് നടത്തിയതെന്ന് വിധികർത്താക്കൾ മത്സരഫലം പ്രഖ്യാപിക്കുമ്പോൾ അഭിപ്രായപ്പെട്ടതും ശ്രദ്ധേയമായി. പെൺകുട്ടികളുടെ ഭരതനാട്യം നടക്കുന്നതിനിടെ കാരാക്കുറിശി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പങ്കെടുത്ത മത്സരാർത്ഥിയുടെ കാലിൽ സൂചി തുളച്ചു കയറിയതിനെ തുടർന്ന് മത്സരാർത്ഥി പ്രകടനം ഇടയ്ക്ക് വെച്ച് നിർത്തുകയും തുടർന്ന് DDയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും മത്സരിക്കുകയും ചെയ്തു. 5 മണിയോടെ ആരംഭിച്ച UP വിഭാഗം മത്സരവും തുടർന്ന് നടന്ന ഹൈസ്കൂൾ മത്സരവും രാത്രി വൈകിയും തുടർന്നു. നേരും നെറിയുമില്ലാത്ത ലോകത്ത് നേരിന്റെ കഥ പറഞ്ഞെത്തിയ നാടോടി നൃത്ത മത്സരാർത്ഥികളെ വരവേറ്റത് നിറഞ്ഞ സദസ്സായിരുന്നു. ഷഡിലതാളവും രാഗഭാവങ്ങളും വിരിഞ്ഞ നാടോടി നൃത്തവേദിയിലെ മത്സരാർത്ഥികൾ നിറഞ്ഞാടിയത് സ്ത്രീത്വത്തെ അപമാനിക്കാൻ തുനിഞ്ഞിറങ്ങിയവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയായിരുന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ രംഗത്തെത്തിയ അയൽക്കൂട്ടം അമ്മിനി സാമൂഹിക അരാജകത്വത്തിനെതിരെ നിറഞ്ഞാടി. കുഞ്ഞുങ്ങൾക്ക് രക്ഷകയും നാട്ടുകാർക്ക് ദേവതയുമായ താൻ സ്ത്രീകളോട് കുറുമ്പ് കാട്ടിയാൽ കുടുംബം കാണിക്കില്ലെന്ന് തുറന്നു പറയാനും മടിക്കില്ല.
കണ്ടക്ടർ ചെക്കനൊരു തട്ടലും മൊത്തലും തോണ്ടലും മാന്തലും. ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന ശില്പം വിൽക്കുന്ന ശിവകാമിയും ശ്രീനാരായണീയ ഭക്തയും പ്രേക്ഷകരെ ഹരം കൊള്ളിച്ചു. നാട്ടിലുയരുന്ന നുണക്കഥകൾക്കെതിരെ സ്ത്രീത്വമെന്ന വജ്രായുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്ത നാടോടി മത്സരവേദി ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റി. യാത്രയായി ശില്പങ്ങൾ നിരനിരയായി ചിത്തിരകരഘോഷ വേദങ്ങൾ അഭിനയത്തികവിന്റെ പൂർണ്ണതയുമായി നാടകവേദി സജീവമായി. സാമൂഹിക പ്രതിബദ്ധതയുള്ള കഥാപാത്രങ്ങൾ വേദിയിലെത്തിയപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം ആവേശമായി. സാമൂഹിക പ്രതിബദ്ധതയുള്ള കഥാപാത്രങ്ങളെയായിരുന്നു മത്സരാർത്ഥികൾ തന്മയത്വത്തോടെ വേദിയിൽ അവതരിപ്പിച്ചത്. നാടകവേദിയിൽ പലരും മത്സരിച്ചഭിനയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നാടകങ്ങൾക്കായി തെരഞ്ഞെടുത്ത വിഷയങ്ങളെല്ലാം ആനുകാലിക പ്രസക്തമായതു തന്നെയായിരുന്നു. നിറഞ്ഞു കവിഞ്ഞ സദസ്സിലരങ്ങേറിയ ഹയർ സെക്കൻഡറി നാടക മത്സരം നിലവാരം പുലർത്തിയെന്നു തന്നെയാണ് ആസ്വാദകരുടെ അഭിപ്രായം. കലോത്സവ വേദിയിലെ നാടകവേദിയിലെത്തുന്ന അഭിനേതാക്കളെ സ്കൂൾ തലം കഴിഞ്ഞാൽ കാണുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. നാടകരംഗത്ത് വളർന്നുവരുന്ന പ്രതിഭകൾക്ക് പരിശീലനം നൽകാൻ സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഒരു കാലത്തെ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ കലയായിരുന്നു നാടകം. വളർന്നുവരുന്ന യുവതലമുറ സ്കൂൾ കലോത്സവത്തോടെ നാടകരംഗത്തു നിന്നും വിട പറയുന്നെന്നാണ് നാടകാസ്വാദകർ പറയുന്നത്. ഒരു നാടകകൃത്തിനെ മുറിയിലിരുന്ന് എഴുതാനുള്ള കലയല്ല നാടകം, അത് രംഗത്ത് അവതരിപ്പിക്കപ്പെട്ടാലേ പൂർണ്ണതയുണ്ടാകൂ. കലോത്സവ നാടകരംഗത്തെ മികച്ച പ്രകടനം നടത്തുന്നവർ പിന്നീട് എവിടെ പോകുന്നു എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്നാണ് നാടകകൃത്തെ KPS പയ്യനടത്തിന്റെ അഭിപ്രായം. നാടകത്തിൽ അഭിനയിക്കാൻ യുവതലമുറയെ ലഭിക്കാത്തതാണ് പലരും നാടകരചനയിൽ നിന്നും പിന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഈ സ്കൂൾ തലത്തിൽ കാണുന്ന ഈ നാടക പ്രതിഭകളൊക്കെ നമ്മളുടെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ എവിടെ പോകുന്നു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്ത് കേരളത്തിൽ സജീവമായിരുന്ന ഗ്രാമീണ നാടകവേദികളൊക്കെ ഇന്ന് അസ്തമിച്ചുപോയി. പ്രാദേശികമായിട്ടുള്ള അമേച്വർ നാടക സംഘങ്ങൾ ഇന്ന് ദുർബലമായി. പക്ഷേ സ്കൂൾ തലങ്ങളിൽ കാണുന്ന ഈ പ്രതിഭാശാലികളായ കുട്ടികൾ നമ്മുടെ സ്കൂൾ ജീവിതത്തിന് ശേഷം നാടകമെന്ന കലയെ അവർ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായും ഇത് കേരളീയ സമൂഹത്തിന്, കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിന്, കേരളത്തിന്റെ ദൃശ്യകലാ സംസ്കാരത്തിന് വലിയൊരു സംഭാവനയായിരിക്കും. സ്കൂൾ തല നാടക മത്സരങ്ങളിൽ പങ്കെടുത്ത പലരും വ്യക്തിപരമായ കാരണങ്ങളാലാണ് നാടകരംഗത്ത് നിന്നും അകറ്റുന്നതെന്നാണ് നാടക പരിശീലകർ പറയുന്നത്. വീട്ടുകാരുടെ ചില നിയന്ത്രണങ്ങളുണ്ട്. നാടകം എന്ന് പറയുന്നത് നിത്യവും ഒരു വരുമാനം കിട്ടുന്ന ഒരു സ്രോതസ്സല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പ്രായം കൂടുന്തോറുമാണ് നാടകത്തോടുള്ള കമ്പം എനിക്ക് കൂടി വന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നാടകം ഒരു വരുമാന സ്രോതസ്സല്ല എന്ന ഒരു ചിന്ത വരുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നാടകത്തിൽ ഒരു നാടകക്കാരനാണെന്ന് പറയുമ്പോഴും ഒരു സീരിയൽ നടനാണെന്ന് പറയുമ്പോഴും ഒരു സിനിമാ നടനാണെന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് മുമ്പിലുണ്ടാകുന്ന ആ അഭിപ്രായം അല്ലെങ്കിൽ ഒരു സമ്മതി ഇതിനേതായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തീർച്ചയായും ഞാനോട്ടെ ഇന്ന് സിനിമാ സീരിയൽ രംഗത്തൊക്കെ ഉള്ള പലവരും ഒരുപക്ഷെ ഇന്ന് പുതുതായിട്ട് വരുന്നവരെല്ലാവരും സ്കൂൾ നാടകവും ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ് മിക്കവരും വരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവര് ഒരു ഡിഗ്രി തലൊക്കെ കഴിയുന്നതോടൊപ്പമാണ് മറ്റു മേഖലയിലേക്ക് എന്താ ഇനി അടുത്ത ജോലി എന്നുള്ള രീതിയിൽ അന്വേഷിക്കുമ്പോൾ പലരും മോഡേൺ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അതിനൊപ്പം സീരിയൽ സിനിമ എന്നുള്ള മേഖലയിലേക്ക് മാറുന്നതാണ്. സിനിമയുടെയും സീരിയലുകളുടെയും മാസ്മരിക ലോകത്തേക്ക് ഇവരെ തള്ളിവിടാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് മടിയില്ലെന്നും ഇവർക്ക് അഭിപ്രായമുണ്ട്. നാടകത്തിൽ താൽപര്യമുള്ളവരെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകാൻ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമുയർന്നുണ്ട്. നാടകരംഗത്തെ മികച്ച പരിശീലനം നൽകി ഒരു തലമുറയെ വാർത്തെടുത്താൽ അത് കേരളീയ സംസ്കാരത്തിനും ദൃശ്യകലയ്ക്കും ഒരു മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. താളമേള ദൃശ്യവിസ്മയങ്ങളൊരുക്കി കൗമാരം വേദിയിൽ നിറഞ്ഞാടുമ്പോൾ അണിയറയിൽ വിയർപ്പൊഴുക്കുന്ന ഒരു കൂട്ടരുണ്ട്. കലയെ ജീവിതത്തെക്കാൾ ഇഷ്ടപ്പെടുന്ന മേക്കപ്പ് മാൻമാർക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം.
കണ്ണെഴുതി പൊട്ടും കുത്തി മാലയും കൊലുസും മിഞ്ചുമണിഞ്ഞ് വെട്ടിത്തിളങ്ങുന്ന ആടയാഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞ് മത്സരാർത്ഥികൾ വേദിയിൽ അരങ്ങു തകർത്താടുമ്പോൾ അണിയറയിൽ വിയർപ്പൊഴുക്കുന്നവരാണ് മേക്കപ്പ് മെന്മാർ. 20 മുതൽ 30 വർഷത്തെ അനുഭവങ്ങളാണ് പലർക്കും ഈ മേഖലയിലുള്ളത്. 10 മണിക്കൊരു മത്സരാർത്ഥിയെ വേദിയിലെത്തിക്കണമെങ്കിൽ 8:30-ക്കെങ്കിലും ഇവർ മേക്കപ്പ് ഇട്ടു തുടങ്ങണം. ഇതിനായി വീട്ടിൽ നിന്നും പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് കലോത്സവ വേദികളിലെത്തണം. മത്സരങ്ങളെല്ലാം അവസാനിച്ച് മത്സരാർത്ഥികൾ വീടുകളിലെത്തിയാലും ഇവർ ഗ്രീൻ റൂമിൽ സാമഗ്രികൾ ഭദ്രമായി എടുത്തുവെക്കുന്ന തിരക്കിലാകും. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്താൻ അർദ്ധരാത്രിയാകും. നല്ല ഫീൽഡാണ്. നല്ല നമുക്കൊരു മനസ്സിന് സന്തോഷം, ഒരു നല്ലൊരു ഇത് തോന്നുന്ന ഫീൽഡാണ്. കുഴപ്പമില്ല. അതെനിക്ക് ഫസ്റ്റ് വരുന്ന ടൈമിൽ ഒരു സാധാരണ ഒരു പണിക്കാരൻ്റെ കൂലി 150 രൂപ. അന്നൊരു കുട്ടീനെ മേക്കപ്പ് ചെയ്താൽ 500 രൂപയായിട്ട് അന്നിട്ടാ. അവർ 10-15 കൊല്ലം. ഇപ്പോഴൊരു കുട്ടീനെ മേക്കപ്പ് ചെയ്ത് 500 രൂപ. ഇപ്പോൾ കൂലി 600-700 അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും കൂലി കൂടുന്നില്ലാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ കൂടുന്നില്ല. ഉപജീവനമായിട്ട് കാണുകയൊക്കെ ചെയ്യാം. നല്ല നമുക്ക് ധാരാളം വർക്ക് ഉണ്ടെങ്കിൽ കാണാം. പക്ഷേ എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും അങ്ങനെ കരുതാൻ പറ്റില്ല. വേറൊരു തൊഴിൽ നമ്മൾ കണ്ടുവെക്കണം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ. മേക്കപ്പിനായി തങ്ങളെ കൊണ്ടുവന്നവരുടെ വാഹനങ്ങളിൽ ഒരിടം ചോദിച്ചാൽ പോലും അത് നിരസിക്കുന്നവരുണ്ടെന്നും വേദനയോടെ ഇവർ പതുക്കെ പറയുന്നു. 300 രൂപ മുതൽ 1000-ഓളം രൂപയാണ് ഇവരുടെ ഒരു ദിവസത്തെ ശമ്പളം. 10 വർഷം മുൻപ് 150 രൂപ എന്നത് ഇപ്പോൾ 300 രൂപയായി. നമ്മളിപ്പോൾ എല്ലാവരും ഓരോ സാധാ വീട്ടിൽ നിന്ന് വരുന്നവരും ഹൈ ലെവലിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇല്ലാത്തവർക്ക് ഇല്ലാത്ത പോലെ ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്ലാസിക്കൽ ചെയ്തു, ഈ മാർഗം ഞാൻ ചെയ്തു. വരുമാന സീസണിൽ ഓക്കെ, ഓഫ് സീസണിൽ കുറവാണ്. സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോകും. പിന്നെ ചെറുതായി അരങ്ങേറ്റങ്ങളും വർക്കൊക്കെ ഉണ്ടാവും. അതിലും ഈ എമൗണ്ട് നമ്മൾ ദൂർത്തടിച്ച് കളയേണ്ട, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ഓക്കെ. അല്ലാണ്ട് ഇന്ന് കിട്ടി അത് ഫുള്ള് നാളെ ചെലവാക്കുക, പിന്നെ നാളേക്ക് വേറെ അന്വേഷിക്കുക, അത് നടക്കില്ല. നമ്മളത് ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം ഇത് ചെയ്യുമ്പോൾ. അങ്ങനെയുണ്ട്. കലോത്സവ സീസൺ കഴിഞ്ഞാൽ പിന്നെ ജീവിതവും കഷ്ടത്തിലാകും. എല്ലാം ഉള്ളിലൊതുക്കി ഇവർ നാളെയുടെ താരങ്ങളെ അണിയിച്ചൊരുക്കൽ തുടരും. കാരണം ഇവർ കലയേറെ സ്നേഹിക്കുന്നു. നടനകലയുടെ ഭാവരസങ്ങളും പകർന്നു നൽകി വേദിയിൽ നിറഞ്ഞാടാൻ നാളെയുടെ താരങ്ങളെ അണിയിച്ചൊരുക്കാനുള്ള തിരക്കിലാണിവർ. പക്ഷേ മേക്കപ്പില്ലാത്ത സാധാരണ ലോകത്ത് ഇവർക്കുമുണ്ട് ചില പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ. കലോത്സവ വേദിയിലെ ഗ്രീൻ റൂമിൽ നിന്നും ക്യാമറാമാൻ ബാദുഷാ നെല്ലായിക്കൊപ്പം പ്രേംജിത്ത്, ഡെൻസിറ്റി ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. സൗദാബി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്നാണ് രാജി എന്നാണ് അറിയിച്ചത്. 2ാം വാർഡ് മെമ്പറാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സൗദാബി പ്രസിഡന്റായി ചുമതലയേറ്റത്. അപകട ഇൻഷുറൻസ് തുകയുടെ കളക്ഷൻ ചാർജ് സർക്കാരിലേക്ക് അടക്കാത്തതിനെ തുടർന്ന് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ ജപ്തി നടപടി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്തെ ഓഫീസ് ജപ്തി ചെയ്യാൻ എത്തിയത്. 2001 മുതലുള്ള അപകട ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് കളക്ഷൻ ചാർജ് നൽകേണ്ടത്. 18 പേർക്കായി നൽകേണ്ട 19 ലക്ഷത്തോളം രൂപയുടെ 5% കളക്ഷൻ ചാർജ് സർക്കാരിലേക്ക് നൽകാത്തതിനെ തുടർന്നായിരുന്നു നടപടി. ജപ്തി നടപടികളുമായി എത്തിയ ശേഷം പാലക്കാട് കളക്ടറേറ്റിൽ പണം നൽകി ജപ്തി നടപടി പിൻവലിച്ചു. 97,000-ഓളം രൂപയാണ് സർക്കാരിലേക്ക് യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി നൽകാനുണ്ടായിരുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നിരവധി തവണ വിവരമറിയിച്ചിട്ടും നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് ജപ്തി നടപടി സ്വീകരിക്കേണ്ടി വന്നതെന്ന് തഹസിൽദാർ ജോയ് തോമസ് പറഞ്ഞു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ പി. ജയരാജൻ, രാജിൻ ന്യൂതി, കുര്യച്ചൻ, വില്ലേജ് ഓഫീസർ ലിജോ ജോസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെയും ധനവകുപ്പിന്റെയും അംഗീകാരം വൈകുന്നു. മേൽപ്പാലം നിർമ്മിക്കണമെങ്കിൽ റെയിൽവേയുടെ അനുമതിയും സംസ്ഥാന ധനവകുപ്പിന്റെ അനുമതിയുമാണ് ലഭിക്കേണ്ടത്. അനുമതിക്കായി റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ശ്രമം തുടങ്ങി. അങ്ങാടിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെയും സംസ്ഥാന ധനവകുപ്പിന്റെയും നടപടികൾ വൈകുകയാണ്. പാലം നിർമ്മിക്കണമെങ്കിൽ റെയിൽവേയുടെ അനുമതി വേണം. റെയിൽവേയുടെ അനുമതി ലഭിക്കുന്നതിനായി തയ്യാറാക്കിയ രൂപരേഖ റെയിൽവേയുടെ പരിഗണനയിലാണിപ്പോൾ. റെയിൽവേ പാതയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കേണ്ടി വരുന്നതിനാലാണ് റെയിൽവേയുടെ അനുമതി വേണ്ടത്. അതേസമയം മേൽപ്പാല നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി കൂടി വേണം. അനുബന്ധ റോഡിന്റെയും
പാലത്തിന്റെയും നിർമ്മാണ ചെലവ് സംസ്ഥാന സർക്കാർ കൂടി ചെലവഴിക്കേണ്ടി വരുന്നതിനാലാണ് ഇത്. റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ RBDC സംഘം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ അങ്ങാടിപ്പുറത്ത് പരിശോധന നടത്തിയിരുന്നു. 1/2 കിലോമീറ്ററോളം നീളത്തിലും 8.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക. RBDCയുടെ കൺസൾട്ടിംഗ് ഏജൻസിയായ കിറ്റ്കോ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് റെയിൽവേക്ക് നേരത്തെ സമർപ്പിച്ചിരുന്നു. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ 28 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തുക. റെയിൽവേയുടെയും സംസ്ഥാന ധനവകുപ്പിന്റെയും അനുമതികൾ വേഗത്തിലാക്കാൻ RBDC ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ധനവകുപ്പിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാനാണ് പദ്ധതി. സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയാൽ പാല നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങും. എന്നാൽ നടപടികൾ വൈകുന്ന സാഹചര്യത്തിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നീണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കരിമ്പുഴപ്പുഴയിലെ താൽക്കാലിക തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും കൊമ്പുകോർക്കുന്നു. താൽക്കാലിക തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടുന്ന യോഗത്തിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പങ്കെടുക്കാത്തതിനെതിരെയാണ് വിമർശനവുമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടി തുറന്ന പോരാട്ടത്തിന് രംഗത്ത് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 10-നാണ് താൽക്കാലിക തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരിമ്പുഴ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളെയും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്നത്. എന്നാൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ യോഗത്തിൽ പങ്കെടുത്തുമില്ല. ഇതിനെതിരെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കരിമ്പുഴ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളുടെ പൂർണ്ണ അനുമതിയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ തടയണ നിർമ്മാണം പൂർത്തിയാക്കാനാവൂ എന്നിരിക്കെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ആരും തന്നെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് തടയണ നിർമ്മാണം അനിശ്ചിതത്വത്തിലാക്കാൻ കാരണമാകുമെന്നും KC രാമൻകുട്ടി ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. മുൻകൈ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ സംയുക്തമായ 2 പഞ്ചായത്തിനെ കിട്ടാതിരിക്കുമ്പോൾ ഇത് നിർമ്മാണം മുൻകരുതലൊക്കെ ഒരു ചെയ്യുന്നത് വിഹിതം പഞ്ചായത്തിൻ്റെ കൂടി ഈ പഞ്ചായത്തുകൾ തമ്മിലുള്ള അറിഞ്ഞില്ല എന്ന് ഇവിടെ പിന്നെ പങ്കെടുത്തിട്ടുണ്ടായി. പിന്നെ 2 പഞ്ചായത്തുകളെ വളരെ അടിയന്തരമായി വിളിച്ചു ചേർത്ത് പഞ്ചായത്തുകൾ വിളിച്ചു ചേർക്കാനും മുൻകൈ എടുക്കുക എന്നത് അവരുടെ പ്രദേശത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് അതിന് മുൻകൈ എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് നിർവഹിച്ചു പോകുന്നതിനുള്ള മറ്റ് പിന്നെ എല്ലാ സാധ്യതകളും പഞ്ചായത്തിൻ്റെ NGNRES അവരുടെ DP ആകട്ടെ AE ആകട്ടെ ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഇരു ഗ്രാമപഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത യോഗമാണ് കഴിഞ്ഞ മാസം 10-ാം തീയതി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ചേർന്നത്. തടയണ വരുന്നതോടെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് തന്നെയാണ് ഏറെ പ്രയോജനമെന്നും അവരാണ് യോഗം മുൻകൈയെടുത്ത് നടത്തേണ്ടതെന്നും KC രാമൻകുട്ടി പറഞ്ഞു. ഇതോടൊപ്പം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും ചില ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന ആക്ഷേപവും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ ചില അംഗങ്ങൾ പറയുന്നതായും അറിവ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും CPM തന്നെയാണ് ഭരണം നടത്തുന്നതെന്നിരിക്കെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിനെതിരെ നടത്തിയ വാക്പോരാട്ടത്തിനെതിരെ പാർട്ടി എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കരിമ്പുഴയിൽ താൽക്കാലിക തടയണ നിർമ്മാണത്തിന് താൽപര്യമെടുത്ത് പ്രവർത്തിക്കുന്നില്ലെന്ന ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടി നടത്തിയ അഭിപ്രായ പ്രകടനം അടിസ്ഥാനരഹിതമാണെന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിനെതിരെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടി നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു P അരവിന്ദാക്ഷൻ. തൃശൂർ കിലയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി നടക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ മാസം 10-ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പങ്കെടുക്കാതിരുന്നത്. അല്ലാതെ തടയണ നിർമ്മാണത്തിന് തങ്ങൾക്ക് താൽപര്യമില്ലാത്തത് കൊണ്ടല്ലെന്നും തടയണ വരുന്നതോടെ ശ്രീകൃഷ്ണപുരത്തിന് തന്നെയാണ് ഏറെ പ്രയോജനം ലഭ്യമാവുക എന്നും P അരവിന്ദാക്ഷൻ പറഞ്ഞു. തടയണ നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് വേണ്ടത്ര താൽപര്യം കാണിക്കുന്നില്ലെന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തടയണ നിർമ്മാണത്തിനായി ബ്ലോക്ക് പഞ്ചായത്തിനെ മുൻനിർത്തി വീണ്ടും കൂടിയാലോചന നടത്താൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണെന്നും P അരവിന്ദാക്ഷൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പദ്ധതി എന്ന രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതുമായി മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ അതിന് അടിസ്ഥാനമില്ല. ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ താൽക്കാലിക തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് വേണ്ടത്ര സഹകരണം ഉണ്ടാകുന്നില്ല.
വേണ്ടത്ര താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വിമർശനപരമായ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ശ്രീകൃഷ്ണപുരം കുടിവെള്ള പദ്ധതിയുടെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ശ്രീകൃഷ്ണപുരം. ആ കുടിവെള്ള പദ്ധതിയിലെ പമ്പ് ഹൗസിലെ അല്ലെങ്കിൽ കിണറുകളിലെ വെള്ളം സുലഭമായി ലഭിക്കാൻ താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അതിന് ചേർന്ന് നിൽക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം യോഗം വിളിച്ചപ്പോൾ ഫലപ്രദമായിട്ട് അതിന്റെ ചർച്ചയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് വസ്തുതയില്ല. ആ വസ്തുതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സഹകരിക്കുന്നില്ല എന്ന അഭിപ്രായം തീർത്തും ശരിയല്ല എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾ അഭിപ്രായപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന 10-ാം തീയതിക്ക് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട്. വീണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൂടിയാലോചന നടത്തിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ, സന്നദ്ധ പ്രവർത്തകരെ, കോളേജിലെ വിദ്യാർത്ഥികൾ, NSS വളണ്ടിയർമാരെ എന്നിവരുടെ എല്ലാ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താൽക്കാലിക തടയണ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ള ചർച്ച ചെയ്തുകൊണ്ട് യോജിച്ച ഒരു തീരുമാനമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെല്ലാ വിഭാഗം ആളുകളുടെയും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അതുപോലെ തന്നെ എല്ലാ കോണുകളിൽ നിന്നുള്ള പിന്തുണയും ജനപ്രതിനിധികളുടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ടാകണമെന്ന അഭിപ്രായമാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിനുള്ളത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തുമായി യോജിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു ഏജൻസി കൂടിയാണ്. 2 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് വരുമ്പോൾ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ചെറുക്കാനും പ്രതികരിക്കാനും ക്യാമ്പസുകളിൽ നിന്നും കൂട്ടായ്മകൾ ഉയർന്നു വരണമെന്ന് VT ബൽറാം MLA പറഞ്ഞു. സമൂഹത്തിലെ പുരുഷ മേധാവിത്വമാണ് സ്ത്രീകളെ ബലഹീനരാക്കുന്നതെന്നും VT ബൽറാം MLA അഭിപ്രായപ്പെട്ടു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ KSU പ്രവർത്തകനായിരുന്ന ഷഫീഖ് അനുസ്മരണവും അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VT ബൽറാം. KSU ജില്ലാ പ്രസിഡന്റ് AK ഷാനിദ്, യൂണിറ്റ് സെക്രട്ടറി നീരജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഈ സംരക്ഷണ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തോന്നലുകളൊക്കെ ഉണ്ടാവുന്നത്. അതിനപ്പുറത്തേക്ക് സ്ത്രീ ഒരു വ്യക്തിയാണ്. ആ സ്ത്രീയുടെ വ്യക്തിത്വം അംഗീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വ്യക്തിപരമായ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടവയായിട്ടുണ്ട്. ആ ഒരു ചിന്തയിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ശരിയായ അത്തരം രാഷ്ട്രീയ വൽക്കരണങ്ങളിലേക്ക് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന്റെ പരിഹാരത്തിനായി എങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നതിനെ കുറിച്ച് പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങളിലേക്ക് ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ വൽക്കരണ പ്രക്രിയ തന്നെയാണ്, ഒരു ശാക്തീകരണ പ്രക്രിയ തന്നെയാണ്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകളടക്കം ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആശയം അത്. ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർക്കാവിന് സമീപം നിർത്തിയിട്ടിരുന്ന സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സുകൾക്ക് നേരെ അക്രമം നടന്നു. കോയമ്പത്തൂർ മധുക്കരയിലെ കോളേജിന്റെ നിർത്തിയിട്ടിരുന്ന 2 ബസ്സുകൾക്ക് നേരെയാണ് രാത്രി അക്രമം നടന്നത്. ബസ്സുകളുടെ ഹെഡ്ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളും അടിച്ചു തകർത്ത ടയറും ട്യൂബും നശിപ്പിച്ച നിലയിലാണ്. കോയമ്പത്തൂർ മധുക്കരയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റേതാണ് ബസ്. 2 ബസിന്റെയും മുൻപിലെയും പുറകിലെയും 2 വീതം ചക്രങ്ങളാണ് കേടുവരുത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് വിദ്യാർത്ഥികളെ ഇറക്കി ചിനക്കത്തൂർക്കാവിന് സമീപം നിർത്തിയിട്ട ബസ്സുകൾക്ക് നേരെയാണ് അക്രമം നടന്നത്. മാസങ്ങൾക്ക് മുമ്പും കോളേജിലെ ബസ്സുകൾക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ അക്രമം നടന്നിരുന്നു. മുൻവശത്തെ ചില്ലുകൾ തകർത്തും ബാറ്ററി മോഷ്ടിച്ചുമായിരുന്നു നേരത്തെയുള്ള അക്രമം. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിന് സമീപത്തേക്ക് വാഹനം നിർത്തിയിടുന്നത് മാറ്റിയത്. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കോളേജ് അധികൃതർ പറയുന്നു. ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. മുൻപുണ്ടായ സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറല്ലെന്ന ആക്ഷേപവും ഇവർക്കുണ്ട്. ആനമങ്ങാട് കഥകളി ക്ലബിന്റെ 30-ാം വാർഷികം ആഘോഷിച്ചു. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KK സുന്ദരേശൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആനന്ദം പ്രത്യേകിച്ച് നിറയ്ക്കേണ്ടതുണ്ടോ? നമ്മുടെ ഈ ആനന്ദം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എല്ലാവരുടെയും ഹൃദയത്തിൽ ആനന്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നാണെങ്കിൽ ഘനീഭൂതമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, ഉറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉറഞ്ഞിരിക്കുന്ന ആനന്ദത്തെ മർദ്ദിച്ച് മഥിച്ച് പലാഴിമസനം പോലെ അമൃത് പുറത്തെടുക്കും പോലെ, അപ്പോൾ അത്തരത്തിലൊരു പ്രക്രിയയാണ് വാസ്തവത്തിൽ കലാകാരന്മാർ ചെയ്യുന്നത്. അവരുടെ ഉള്ളിലെ ഹൃദയാനന്ദത്തെ ഈ ചതുർവിധ അഭിനയ പ്രകാരങ്ങളിലൂടെ അവർ മഥിച്ച് പുറത്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മതിച്ച് പുറത്തേക്കൊഴുകുന്ന ഈ ആനന്ദം ആസ്വാദകന്റെ ഹൃദയാനന്ദവുമായി ഇഴുകുമ്പോൾ, അവിടെ അല്ലെങ്കിൽ അങ്ങനെ വഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞിരുന്നതായ ഹൃദയാനന്ദവും ഇതുപോലെ വഴിയാനിടയാകും. ആനമങ്ങാട് മഹാദേവമംഗലം ക്ഷേത്ര സന്നിധിയിലാണ് ആനമങ്ങാട് കഥകളി ക്ലബിന്റെ 30-ാം വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീലത്ത് വീരാൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലമക്കാവ് ശൈലിയിൽ ശ്രദ്ധേയനായ തായമ്പക വിദ്വാൻ കലാമണ്ഡലം ബലരാമൻ, കഥകളി ഗായകൻ പാലനാട് ദിവാകരൻ എന്നിവരെ ചടങ്ങിൽ റിട്ടയർഡ് പ്രിൻസിപ്പാൾ വാസുപിഷാരടി സുവർണമുദ്ര നൽകി ആദരിച്ചു. അടുത്തതായി ശ്രീ പാലനാട് ദിവാകരൻ സാറാണ്.
വാഴയങ്കര കുഞ്ചുനായർ ട്രസ്റ്റ് പ്രസിഡന്റ് KB രാജാനന്ദ് സുവർണമുദ്ര നേടിയ കലാകാരന്മാരെ പരിചയപ്പെടുത്തി. പ്രൊഫസർ പാലക്കീഴ് നാരായണൻ കീർത്തിപത്രം നൽകി. കോങ്ങാട് അച്യുത പിഷാരടി, P ബാലകൃഷ്ണൻ നായർ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീല മോഹൻദാസ്, U അജയൻ, കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് N പീതാംബരൻ, സെക്രട്ടറി EV മുകുന്ദൻ, C ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വാഴയങ്കര കുഞ്ചുനായർ ട്രസ്റ്റിന്റെ ലവണാസുരവധം, ബാലിവധം, കഥകളിയും അരങ്ങേറി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ പുത്തനങ്ങാടി ശുഹദാക്കളുടെ ആണ്ട് നേർച്ചയും അനുസ്മരണ സമ്മേളനവും തുടങ്ങി. 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി സമസ്ത പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രാർത്ഥനയോടെ ഞായറാഴ്ച സമാപിക്കും. പെരിന്തൽമണ്ണ പുത്തനങ്ങാടി ശുഹദാക്കളുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പരിപാടി ശുഹദാക്കളുടെയും മൺമറഞ്ഞ മഹാന്മാരുടെയും മകാം സിയാറത്തോടെയാണ് തുടക്കമായത്. നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് KKCM തങ്ങൾ വഴിപ്പാറ പതാക ഉയർത്തി. മഹൽ ഖാസി V കുഞ്ഞുട്ടി മുസ്ലിയാർ, ഖത്തീബ് സുബൈർ ഫൈസി, ഉമർ അലി ഹുദബി, പാതാരി അബ്ദുള്ള ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകുന്നേരം നടന്ന സമ്മേളനം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രവാചക സ്നേഹം വിശ്വാസത്തിന്റെ സുഗന്ധം എന്ന വിഷയത്തിൽ ജലീൽ റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ച രാത്രി നടന്ന മതപ്രഭാഷണത്തിൽ അബ്ദുൽ ഷുക്കൂർ മദനി, മാവുമുൻ ഹുദവി എന്നിവർ പ്രഭാഷണം നടത്തി. ശനിയാഴ്ച രാത്രി പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ഹാഫിൽ അഹമ്മദ് കബീർ ഭാഗവി കാഞ്ഞാർ മുഖ്യപ്രഭാഷണം നടത്തും. ഞായറാഴ്ച ഉച്ചയ്ക്ക് മൗലിദ് പാരായണത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനവും നടക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മഹല്ലയിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പട്ടിക്കാട് ജാമിയ നൂരിയ പ്രിൻസിപ്പൽ പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ അവാർഡുകൾ നൽകും. TA അഹമ്മദ് കബീർ MLA, റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. സമസ്ത പ്രസിഡന്റ് ആനക്കര C കോയക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രാർത്ഥനയോടെ പരിപാടി സമാപിക്കും. പെരിന്തൽമണ്ണ മാലാപറമ്പിൽ സെന്റ് ജോസഫ് ദേവാലയത്തിലെ 4 ദിവസത്തെ തിരുനാൾ മഹോത്സവം തുടങ്ങി. താമരശ്ശേരി രൂപതാ മെത്രാൻ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറ്റി. പെരിന്തൽമണ്ണ മാലാപറമ്പ് സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥരായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് 4 ദിവസത്തെ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. താമരശ്ശേരി രൂപതാ മെത്രാൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയെ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറ്റി. പരേതരുടെ അനുസ്മരണത്തിനും ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും രൂപതാ മെത്രാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാപങ്ങൾ ചെയ്യുന്നിടത്ത് സമൃദ്ധിക്ക് പകരം നാശമാണ് ഉണ്ടാവുകയെന്ന് രൂപതാ മെത്രാൻ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. യുവാക്കൾ അസാന്മാർഗിക പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിൽ രൂപതാ മെത്രാൻ ആശങ്കപ്പെട്ടു. വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ സമൂഹം നേരിടുന്നത്. അവിടെയാണ് പറയുന്നത് നമ്മുടെ ഗോത്രത്തിൽ തന്നെ വിവാഹം കഴിക്കാവൂ. അതിനെല്ലാം പാരമ്പര്യങ്ങളുണ്ട്. നമ്മൾ ഈ പാരമ്പര്യങ്ങളും നമുക്കിന്നുള്ള ആചാരങ്ങളും ഇതെല്ലാം ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ ആഘോഷിക്കണം. എന്തുകൊണ്ട് ഇതൊരു പാരമ്പര്യമാണ്. ഒരു ദിവസം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല, 2000 വർഷത്തെ പാരമ്പര്യമാണ്. അത് ദൈവം നൽകുന്നതാണ് പാരമ്പര്യങ്ങൾ. അതൊക്കെയാണ് നമ്മുടെ മക്കൾ ഒരു നിമിഷം കൊണ്ട് തച്ചുണ്ടാക്കുന്നത്. അതെത്ര ഹൃദയവേദന നിറഞ്ഞതാണ്. അവരൊന്നും ഓർക്കുകയില്ല. ശാരീരിക പ്രവർത്തനത്തിൽ ഒരു നിമിഷം തകർത്ത് കളയുകയാണ് എല്ലാം ചെയ്യുന്നത്. അവിടെയാണ് നിർഭാഗ്യം, നമുക്ക് വലിയ ദുരവസ്ഥ. കാരണം ഈ കുടുംബം, ബന്ധങ്ങള്, ഇന്നത്തെ ദൈവം നൂറ്റാണ്ടുകൾ കൊണ്ട് സ്ഥാപിച്ചെടുത്ത് നമുക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഗോപിയാത്രോട് പറയുന്നത്, നീ നമ്മുടെ ഗോത്രത്തിൽ നിന്നേ വിവാഹം കഴിക്കാവുള്ളൂ. പുതുതലമുറ നന്മയുടെ പാതയിലേക്ക് തിരിച്ചു വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുനാൾ കർമ്മങ്ങൾക്കും ആഘോഷ പരിപാടികൾക്കും വികാരി ഫാദർ ജോർജ് കുഴിക്കച്ചാലിൽ, വൈദികരായ ഡിൽസൺ തയ്യിൽ, ടോണി തെക്കേക്കര മറ്റത്തിൽ, ബിജു ചെന്നിത്തല, ജോസുകുട്ടി കാലായിൽ, ജോസഫ് പണിക്കാടൻ, ബാബു ജോസഫ് വത്തകര, KV ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ കുർബാനയിലും രാത്രി നടന്ന സ്നേഹവിരുന്നിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് താമരശ്ശേരി രൂപതാ മുൻ അധ്യക്ഷൻ മാർപ്പോർ ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകി. ഇടവകയിലെ വയോജനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. രാത്രി സിനിമാ താരങ്ങൾ പങ്കെടുത്ത തൃശൂർ ഗാലക്സിയുടെ മെയിൻ ഷോയും നടന്നു. ശനിയാഴ്ച വൈകുന്നേരം തിരുനാൾ കുർബാനയ്ക്ക് ശേഷം CCBCയുടെ അവാർഡ് നേടിയ കാഞ്ഞിരപ്പള്ളി അമലയുടെ സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് നാടകം അരങ്ങേറും. ഞായറാഴ്ച വൈകുന്നേരം ഫാത്തിമപുരം കപ്പേളയിലേക്ക് വാദ്യഘോഷങ്ങളോടെയും വിവിധ കലാ പ്രകടനങ്ങളോടെയും നടക്കുന്ന ഘോഷയാത്രയോടെ തിരുനാൾ മഹോത്സവം സമാപിക്കും. ചെർപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർലമെന്ററി ലിറ്ററസി ക്ലബിന്റെയും സ്കൂൾ ജനാധിപത്യ വേദിയുടെയും സംയുക്ത സമ്മേളനം ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക V ഗിരിജ അധ്യക്ഷത വഹിച്ചു. K മോഹൻദാസ്, ജോസ്, C മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ദീപക് വിശ്വംഭരൻ ചെയർമാനും നിമിഷ വൈസ് ചെയർപേഴ്സണും ആസിഫ് സെക്രട്ടറിയും ശോഭിത ജോയിന്റ് സെക്രട്ടറിയുമായി 10 അംഗ ജനാധിപത്യ വേദിയെയും തെരഞ്ഞെടുത്തു. കൂടാതെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അന്ധക്ഷേമ പക്ഷാചരണവും കലാകായിക മേളയുടെയും ഭാഗമായ പ്രദർശനവും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കിരീടത്തിനായി കടുത്ത പോരാട്ടം. ഹൈസ്കൂൾ വിഭാഗത്തിൽ പട്ടാമ്പി ഉപജില്ലയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പാലക്കാട് ഉപജില്ലയും മുന്നിൽ. സ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടത്തിലേക്ക്. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ ചെറുക്കാൻ ക്യാമ്പസുകളിൽ നിന്നും കൂട്ടായ്മകൾ ഉയർന്നുവരണമെന്ന് VT ബൽറാം MLA. സമൂഹത്തിലെ പുരുഷ മേധാവിത്വമാണ് സ്ത്രീകളെ ബലഹീനരാക്കുന്നതെന്നും VT ബൽറാം. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇഴയുന്നു. റെയിൽവേയുടെയും സംസ്ഥാന ധനവകുപ്പിന്റെയും അനുമതി കിട്ടിയില്ല. എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ട് മാസങ്ങൾ. കരിമ്പുഴ പുഴയിലെ താൽക്കാലിക തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പങ്കെടുക്കാത്തതിനെ വിമർശിച്ച് ബ്ലോക്ക് പ്രസിഡന്റ് രംഗത്ത്. തടയണയുടെ കാര്യത്തിൽ താൽപര്യമെടുക്കുന്നില്ലെന്ന വാദം ശരിയല്ലെന്ന് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഇക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.